ഇന്ന് പെരുന്നാളായത് നമുക്കൊരു റേഷൻ അരി കൊണ്ട് ഒരു റൈസ് ഉണ്ടാക്കിയാലോ? നമ്മളിന്ന് പെരുന്നാളായിട്ട് ഒരു റൈസ് വയ്ക്കാൻ പോവുകയാണേ. അപ്പം റേഷൻ അരി കൊണ്ട് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം വേഗത്തിൽ. വായോ കാണാം. അപ്പോഴേ റൈസ് ഇതായി കഴുകി വെച്ചിരിക്കുവാണേ. നമുക്ക് ഗ്യാസ് ഇല്ല, അപ്പം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. ഇതിനകത്ത് വേറെ കറികളൊന്നും വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വേഗത്തിൽ ഒരു പെരുന്നാളിൽ കൂടെ നമുക്ക് അതിൽ കൂടെ നമുക്ക് ആഘോഷമാണ്, നമുക്ക് അങ്ങ് ആവാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. വായോ കാണാം. ഞാൻ അരി ഇടുവാണേ. അപ്പോഴേ നമുക്ക് അരിയിൽ കൂടെ നമുക്ക് കറുകപ്പട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും കുരുമുളകൊക്കെ കൂടെ ഇടണേ, എന്നാലേ അത് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമ്മൾ മുട്ട ഇങ്ങനെ ചിക്കിയാണ് ഇടുന്നത് അതിനകത്ത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഇടണം. ഇങ്ങനെ ഏലക്കായും കറുവപ്പട്ടയും എല്ലാം കൂടെ ഇടണം. കണ്ടല്ലേ, ദേ ഇട്ടു. അതിൽ കൂടെ കിടന്ന് വേവട്ടെ. ഈ ചരുവത്തിൽ വെച്ച് എന്നാന്നറിയാവോ? ഇത് ഒരു കുറ്റി ചരുവ എടുത്ത് എന്നാന്ന് പറഞ്ഞാൽ നല്ല വിസ്താരമായിട്ട് കിടക്കണം, അല്ലെങ്കിൽ ചോറ് ഒട്ടിപ്പിടിച്ചു പോകും. പിന്നെ ചോറ് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ ഇത് നമ്മളെ വീട്ടാവശ്യത്തിനല്ലേ, അപ്പം ഞാൻ നെയ്യാണ് ഉപയോഗിക്കണം കേട്ടോ. കണ്ടോ, നെയ്യ് നമ്മൾ ചോറ് ഒട്ടിപ്പിടിക്കില്ല. നമ്മളെ റൈസ് വെന്താന്ന് നോക്കാവേ. വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നേ. ഈ ഇത്രയും ഭാഗത്തിനെ വേവാവും. ഒരുപാട് വെന്ത കട്ട കിട്ടും. അപ്പം നമുക്ക് റൈസിനകത്ത് ഇടാണ്ടത്. പിന്നെ ബീൻസ് ഇച്ചിരി കുറവാണ്, ബീൻസ് കിട്ടിയില്ല. കടയിൽ പോയി മേടിക്കാൻ പോയിട്ടും കിട്ടിയില്ല. ക്യാരറ്റ്, ക്യാപ്സിക്കം. അപ്പം അരി ഇതിനധികം വേവ് വേണ്ടല്ലോ, പെട്ടെന്നാവും. അപ്പം നമുക്കിത് ഇട്ടട്ടി ഇട്ടു കൊടുക്കാം. ഇതിനകത്ത് ഉപ്പിട്ടാണ് ഈ ചോറ് വേവിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടന്നോട്ടെ. എന്നിട്ട് നമുക്ക് ചോറ് ഊറ്റാം. ഇതേ കണ്ട, അതിനകത്ത് നോക്കി കണ്ട. ഒരു 5 മിനിറ്റ് കിടക്കട്ടെ. വെന്തിട്ടുണ്ട്. കണ്ടേ, നല്ലൊരു മണവും സ്മെല്ലൊക്കെ. ഇങ്ങോട്ട് വയ്ക്കേ. വാ. അതെ, ഇങ്ങനെ എളുപ്പത്തിലും ഇങ്ങനെ ആക്കാം. അതല്ലാതെ ഇത് എണ്ണയിൽ വഴറ്റി നെയ്യിൽ വഴറ്റി ഇടാം കേട്ടോ. ഇതിപ്പം ഞാൻ എളുപ്പത്തിൽ ചെയ്താൽ കാരണം ഇൻഡക്ഷൻ കുക്കറാണ്, ഗ്യാസൊന്നും ഇല്ല നമുക്ക്. കുറച്ച് കഷ്ടത്തിലാണേ ഞങ്ങളുടെ ജീവിതം. അപ്പം ചോറ് വറുക്കട്ടെ. റൈസിനിടാനാണേ. കണ്ടോ, ഇതാണ് നമ്മൾ മുട്ട ഇങ്ങനെ ചിക്കി എടുക്കണതാണേ. കുരുമുളകും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ, ചിക്കി എടുക്കണം. ഇത് നമുക്ക് ആ റൈസിൽ കൂടെ ഇട്ട് നോക്കിയെടുക്കാം. പൈനാപ്പിൾ എസൻസ്. അപ്പം ഇത് ശകലം 2 അടപ്പൊഴിക്കണം. എൻ്റെത് ഇത് ഏതാണ്ട് 1.5 കിലോളം അരിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 2 അടപ്പൊഴിക്കണം. നിങ്ങൾ ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയേ. ഞാൻ ഒഴിക്കുന്നുണ്ട്. കുറച്ച് മുട്ട ചിക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 1.5 കിലോ അരിക്കാണ് ഒരു 8 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടാം. ഇതിനകത്ത് കുരുമുളകും ഉപ്പും മാത്രമേ ഇട്ട് ചിക്കി എടുത്തേ ഉള്ളൂ കേട്ടോ. ഇടുവാണേ. സവാള മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ കശുവണ്ടി ഇല്ല, സംഭവം കശുവണ്ടി മറന്നു മേടിക്കാനായിട്ട്. അപ്പോൾ ഇതേ ഉള്ളൂ. ഇനി കശുവണ്ടിയൊക്കെ ഇട്ട് കാണിക്കാം. നിങ്ങൾ കശുവണ്ടി ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് കൊച്ചുങ്ങൾക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കണതാണ്.
ഇത് ഞങ്ങളെ വീട്ടിൽ കിളിപ്പിച്ച പുതിനയാണേ. അപ്പോൾ ഇച്ചിരി പുതിനയെല്ലാം എടുത്തിട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞിട്ടാണ് നല്ല ലൈറ്റ് കളിച്ചില്ല. അപ്പം വായോ നമുക്ക് കഴിക്കാം. പോലെ ഉണ്ടാക്കണം എളുപ്പത്തിൽ. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണവരാ. ഇത് ഞാൻ റേഷൻ അരിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് റേഷൻ അരി വെച്ച് ഉണ്ടാക്കിയതാണ്. നിങ്ങളും എളുപ്പത്തിൽ ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ. എന്ത് ഭംഗി, നല്ല ടേസ്റ്റിയായ സാധനമാണ്. കുരുമുളകൊക്കെ ഇടണം മുട്ടയിൽ. എന്നാലേ ഇതിനകത്ത് ചുമ്മാ റൈസ് കഴിക്കുന്നതല്ലേ, ചിക്കനൊന്നും ഉള്ളതല്ലല്ലോ. അപ്പോഴത്തേക്ക് ഇച്ചിരി കുരുമുളകൊക്കെ ഇടണം. മുഴുവൻ കുരുമുളക് ചോറിൽ കൂടെ ഇടണം. നിങ്ങളെല്ലാം ഇതേപോലെ ഉണ്ടാക്കണം. അടിപൊളി സാധനമാണ്. പിള്ളേരൊക്കെ ഇഷ്ടംമാതിരി കഴിക്കും. കാരണം സ്കൂളിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും പിള്ളേർ കൊണ്ടുപോകും. ഇച്ചിരി സലാഡും കൂടെ വെച്ച് കൊടുത്താൽ കേട്ടോ. ഓക്കേ.